ജനപ്രതിനിധികൾക്ക് നേരെ അജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്. ഇപ്പോൾ എനിക്ക് നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ജനങ്ങൾക്കുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റായ കാര്യം ചെയ്തോ ഇല്ലയോ. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ഞാൻ. അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്രീതി തോന്നുന്നു. അപ്പോൾ അവർ എന്നെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരിടപെടുന്ന അതേ രീതിയിൽ തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങൾ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അപ്പോൾ ജനത്തിൻ്റെ അതേ റെസ്പോൺസ് തിരിച്ച് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് കുറച്ചുകൂടി മെച്യൂരിറ്റി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ കാണിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇല്ല, സോഫാർ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ള പേരുള്ളൂ. അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അവർ അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പ് വന്നാൽ പ്രത്യേക സീറ്റ് അങ്ങനെ സംവിധാനങ്ങൾ നിയമസഭ നടക്കുമ്പോൾ വേണ്ടേ? അല്ല, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും, അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ. ഇനി രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, അത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. എന്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സുണ്ടല്ലോ. സ്വാഭാവികമായി ആ പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നാളെയോ മറ്റോ ഹാജരാവാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുറക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കേസിൻ്റെ ആ സമയത്ത് ഞങ്ങൾ അറിയിക്കും, അത്രയേ ഉള്ളൂ. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രം അങ്ങനത്തെ ഒരു നിയമപരമായ പ്രശ്നം എങ്ങനെയാണോ? അല്ലല്ല, നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും എല്ലാത്തപ്പോഴും ഇപ്പം ഞങ്ങളുടെ പ്രിമൈസസിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അനുമതി ആവശ്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. താങ്കളുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം എംഎൽഎയോട് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം? ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും പരാതി തന്നാൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം വെച്ച് ഞങ്ങൾക്ക് പ്രിവിലേജ്ഡ് എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ആ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് താത്തറെന്ന് പറയുന്നത്, പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്തരം ആരോപണം വന്നാൽ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും രേഖാമൂലം വന്നാൽ പ്രിവിലേജ്ഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ ഇതുവരെ അങ്ങനെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ഇല്ല. സ്പീക്കർ സഭയുടെ നാവിനാണ്. സ്വാഭാവികമായിട്ടും സഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിബദ്ധതയോടുകൂടിയുള്ള ചില പെരുമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെ പ്രതിബദ്ധത ഇല്ലാത്ത ചില പ്രതികരണങ്ങളായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ്. അപ്പോൾ ഇപ്പം ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട നമ്മൾ കാണിക്കേണ്ട ഒരു പക്വതയും പാകതയും നമ്മൾ കാണിക്കണം. ആ രീതിയിൽ ഒബീഡിയൻ്റായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്.